നമസ്കാരം ചാണകങ്ങളെ. ശ്രീ ചെറായിയാണ്. സോറി, ചെറായിയുടെ ഒരു ആരാധകനാണ്. ചാണകങ്ങളെ, നമ്മുടെ ശ്രീ ചെറായി ചേട്ടൻ ഇന്ന് ഫേസ്ബുക്കിൽ വമ്പിച്ചൊരു അക്രമം നേരിടുകയാണ്. കാരണം എന്താണെന്നറിയില്ലേ? പാദപൂജയെക്കുറിച്ച് നല്ലത് പറഞ്ഞ ശ്രീ ചെറായി ചേട്ടനെ കമ്മി കൊങ്ങി സുഡാപ്പികൾ ചേർന്ന് വളരെ വലിയ തോതിൽ ആക്രമിക്കുകയാണ്. ഭാരത സംസ്കാരം ജ്യൂസ് പോലെ കലക്കി കുടിച്ച ശ്രീ ചെറായി ചേട്ടൻ പറഞ്ഞത് നമ്മൾ സംഘികൾ വിശ്വസിക്കണം. വേറെ ആരും വിശ്വസിച്ചില്ലെങ്കിലും വിവരമില്ലാത്ത നമ്മളെ സംഘികൾ എന്തായാലും വിശ്വസിച്ചേ പറ്റും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിവരമില്ലാത്ത നമ്മളെ ശ്രീ ചെറായി ചേട്ടൻ പറയുന്നത് വിവരമില്ലാത്ത നമ്മൾ ചാണക സംഘികൾ അപ്പാടെ വിഴുങ്ങുകയാണ്. ഇക്കാര്യത്തിൽ ഞാൻ ചാണക സംഘി ശ്രീ ചെറായിയോട് കൂടിയാണ്. നമുക്ക് ശ്രീ ചെറായിട്ടം പുലമ്പുന്നത് എന്താണെന്ന് കേട്ടുവരാം. വരും. നമസ്കാരം, ശ്രീധരായാണ്. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പുതിയ വിവാദമായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്കൂളുകളിലെ അധ്യാപകരെ പാദപൂജ ചെയ്യിക്കുന്നു എന്ന് പറഞ്ഞ് മഹാപരാധം ആണെന്ന് പറഞ്ഞാണ് ഇവിടുത്തെ ചാനലുകൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെന്താ എപ്പം നമ്മൾ പാദപൂജ നടത്തി കഴിഞ്ഞാൽ എപ്പവും പ്രശ്നമായിരിക്കും. പണ്ട് നമ്മളെ സവർക്കർ ഒരു പാദപൂജ നടത്തിനി, അത് ഷൂ നക്കലാന്നും പറഞ്ഞു. എടോ, ആ പാദപൂജ നടത്തുമ്പോ ഈ ബ്രിട്ടീഷുകാർ ഷൂ ഇട്ടേനി നമ്മളെ സവർക്കർ ചെയ്യും, നമ്മൾ സംഘികൾ എന്ത് പിഴച്ച്. അന്ന് തൊട്ടിയ ഷൂ നക്കലിന്റെ കുഴപ്പം ഇതുവരെ, ആ ഷൂനക്കലിന്റെ നാറ്റം, സോറി ഷൂനക്കലല്ല, പാദപൂജ, ആ പാദപൂജയുടെ നാറ്റം ഇന്ന് വരെ നമ്മളെ സംഘികളെ ദേഹത്തുനിന്നും മനസ്സൊന്നും പോയിട്ടില്ല. അത് നിങ്ങളറിയോ? പിന്നെ ചെറായി ചേട്ടൻ പറഞ്ഞ പോലെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. നമ്മൾ സംഘികളല്ലേ വിവാദം ഉണ്ടാക്കുന്ന ചെറായി ചേട്ടൻ അല്ലേ? വേറെ എന്തെങ്കിലും നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? വിവാദങ്ങൾ മാത്രമേ നമ്മൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. നമുക്ക് അടുത്ത തള്ളലിലേക്ക് കടക്കാം. ഇത് വർഷങ്ങളായിട്ട് പല സ്കൂളുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതായത് ഗുരുപൂർണിമാ ദിനത്തിൽ ഗുരുപൂജ ചെയ്യണമെന്നില്ല, ഒരു പാദപൂജ ചെയ്യണ കുട്ടികളെ നമ്മുടെ ഭാരതീയ സംസ്കാരം നമ്മുടെ ഋഷിമാരുടെ കാലഘട്ടത്തിലേക്ക് ചെയ്തിരുന്നത് തന്നെ. കാരണം അമ്മയും അച്ഛനും ഒക്കെ കഴിഞ്ഞാൽ ദൈവത്തിനേക്കാളും മുൻപിൽ നമ്മുടെ സംസ്കാരം സ്ഥാനം കൊടുത്തേക്കുന്ന ഗുരുവിനാണ്. അപ്പൊ ഗുരുവിന്റെ പാദപൂജ ചെയ്യാന്നുള്ളത് ഒരു ശിഷ്യന്റെ ഗുരുദക്ഷിണ തന്നെയാണ്. നമ്മൾ അവിടെ ഇവിടെയും കടന്നുറങ്ങുന്ന സംഘികളായ അധ്യാപകരെ കൊണ്ടുവരും. എന്നിട്ട് വിവരം വെക്കാതെ ഈ പാവപ്പെട്ട കുട്ടികളെ കൊണ്ട് അവരെ കാല് കഴിപ്പിക്കും. അതിലെന്താ തെറ്റ്? നമ്മളെ സംഘികളെ കുട്ടികളാണ്, അല്ലാണ്ട് വേറെ ഉള്ള കുട്ടികളൊന്നുമല്ല. അതിന്റെ ഇടക്ക് നമ്മളെ സംഘി നേതാക്കന്മാരെ കൊണ്ടുവരും. അതായത് നാട്ടിലും എവിടെയും വിലയില്ലാത്ത, സ്വന്തം വീട്ടിൽ വരെ വിലയില്ലാത്ത ഒരു അഡ്വക്കേറ്റിനെയാണ് നമ്മൾ അതിന്റെ ഇടക്ക് കൊണ്ടുവച്ചത്. അത് കുമ്മനടിയാണ്. കുമ്മനടി നമ്മളെ സംഘികളെ സ്വന്തം പേരിലുള്ളതാണ്. അതിലല്ല നിങ്ങൾ എന്തിനാ ഇങ്ങനെ അസ്വസ്ഥരാകുന്നത്? അടുത്ത വർഷം നമ്മുടെ ശ്രീ ചെറായിയേട്ടനും കുമ്മനടിക്കാൻ പോകുന്നുണ്ട്. കാരണം ശ്രീ ചെറായിയേട്ടന് മാർക്കറ്റിലും വിലയില്ല, ഹാർബറിലും വിലയില്ല, വീട്ടിലും വിലയില്ല. ഈ കുട്ടികളടക്ക് പോയി കഴിഞ്ഞാലേ കുട്ടികൾ കാല് കഴുകിയിട്ടെങ്കിലും കുറച്ച് ബഹുമാനിക്കുമല്ലോ. അങ്ങനെയെങ്കിൽ അത് ചെയ്തോട്ടെ. എന്തിനാണോ നിങ്ങൾ ഈ ശ്രീ ചെറായി ചേട്ടനിൽ ഇങ്ങനെ ശല്യം ചെയ്യുന്നത്? അങ്ങനെയെങ്കിലും കുറച്ച് ബഹുമാനം ശ്രീ ചെറായി ചേട്ടൻ നേരിക്കോട്ട്. ഇനി ഇതിനെതിരെ ശല്യം ചെയ്യില്ല നിങ്ങൾ. അത് വർഷങ്ങളായിട്ട് ഭാരതത്തിന്റെ പല കാലഘട്ടങ്ങളിൽ നടന്ന കാര്യങ്ങളാണ്. അത് വീണ്ടും നമ്മുടെ സമൂഹത്തെ, നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെ ഓർമ്മിപ്പിക്കാൻ നേരത്ത് അത് ഇതുപോലെ പാപമുള്ള പരിപാടി വേറില്ലെന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല പരിപാടികളുണ്ട് നമ്മളെ സംഖ്യക്ക് കേരളത്തിൽ. പണ്ട് നിർത്തിയ സതിയില്ലേ, സതീനെ വരെ കൊണ്ടുവരും. സതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളല്ല. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാല് ഭാര്യ കൂടി ചിതിച്ചാടി മരിക്കണ്ടേ? കുറെ കുലസ്ത്രീകളുണ്ട്. എല്ലാത്തിനും ഭർത്താവിന്റെ ചിതയിച്ചാടി നമ്മൾ കൊല്ലും. കുലസ്ത്രീകളെ ആ സമയമാകുമ്പോ പാർട്ടി മാറി വേറെ പാർട്ടിയിലേക്ക് പോകാൻ പാടില്ല. നമ്മളെ സംഘികളായിട്ട് ഉറച്ചു നിൽക്കണം. നിങ്ങൾ കൊലസ്ത്രീകള് നമ്മുടെ ഭാരതത്തിന്റെ പാരമ്പര്യം, നമ്മുടെ ശ്രീ ചെറായി ചേട്ടൻ പറയുന്ന ഭാരതത്തിന്റെ പാരമ്പര്യം കാക്കണം കേട്ടാ. അങ്ങനെ നമ്മള് കുട്ടികളുടെ മനസ്സിൽ തന്നെ സവർണൻ, അവർണൻ, കാലുപിടുത്തം, ഉന്നത കൊലയൊക്കെ കൊണ്ടുവന്നിട്ട് കേരളത്തിൽ ഉന്നത കൊല ഇങ്ങനെ നമ്മൾ ആട്ടിക്കൊണ്ടേയിരിക്കും. ഉന്നത കൊലയുടെ ആട്ട സംസ്കാരം നമ്മൾ ഈ കേരളത്തിലേക്ക് കൊണ്ടുവരും. അതിനാണ് നമ്മൾ ശ്രീ ചെറായി ചേട്ടനടക്കം പ്രവർത്തിക്കുന്നത്. നമുക്ക് ശ്രീ ചെറായിയുടെ അടുത്ത ഉന്നത കൊല ആട്ടം കേൾക്കാം. അതോടൊപ്പം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇത് കേരളീയ സംസ്കാരമല്ലെന്ന്. എന്തിട്ടാണ് അപ്പൊ കേരളീയ സംസ്കാരം? വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കുഴിമാട സ്ഥാപിക്കണതാ, അല്ലെങ്കിൽ അധ്യാപകരുടെ കസേര തല്ലി പിടിക്കണതാ, അധ്യാപികനെ കല്ലെടുത്തെറിയണതാ, അധ്യാപികനെ പൂട്ടിയിടണതാ, അധ്യാപകരോട് മോശമായിട്ട് സംസാരിക്കല. ഇതൊക്കെയാണ് കേരളീയ സംസ്കാരം. ഇതാണോ ഭാരത സംസ്കാരം? ഇതാണോ കേരള സംസ്കാരം? കേരളം ഭാരത സംസ്കാരം എന്നെല്ലാം പറഞ്ഞാല് പശുവിനെ പൊന്നുപോലെ നോക്കുക, പശുവിനെ തൊടുന്ന മനുഷ്യനെ അടിച്ചു കൊല്ലുക, പശുവിന്റെ ചാണകം തിന്നുക, അതിൽ കുളിക്കുക, അത് കൊണ്ടുപോയി പൂജിക്കുക, ഇതൊക്കെയാണ് ഭാരത സംസ്കാരം. പിന്നെ കേരളത്തിൽ ഒരൊറ്റ അധ്യാപകരെയും ഒരൊറ്റ മനുഷ്യരെയും, എന്തിന് ഇന്ത്യയിൽ തന്നെ ഒരൊറ്റ മനുഷ്യന്മാര വെറുതെ ഒരു വിരല് കൊണ്ട് പോലും നമ്മൾ തൊട്ടു നോവിച്ചിട്ടില്ല. അതാണ് നമ്മളെ സംഘികൾ, അതാണ് നമ്മളെ സംഘപരിവാറിന്റെ സംസ്കാരം. അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ അങ്ങ് UP പോകണം. UP പോയിട്ട് നിങ്ങളൊന്ന് പശുവിനെ ഇങ്ങനെ തോണ്ടണം. അപ്പം നമ്മളെ സംസ്കാരം മനസ്സിലാവും കേട്ടാ. അതുകൊണ്ട് ആ സംസ്കാരം നമ്മൾ എത്രയും പെട്ടെന്ന് ഇങ്ങ് കേരളത്തിലേക്ക് കൊണ്ടുവരും കേട്ടാ.
പക്ഷെ വളർന്നു വരുന്ന കുട്ടികളൊക്കെ കഞ്ചാവിനും മയക്കുമരുന്നിനൊക്കെ അടിമയാകാണ്ട് നമ്മുടെയൊക്കെ സംസ്കാരം അവരുടെ മുന്നിൽ ആ ഒരു അംശം പോലെയെങ്കിലും നിലനിൽക്കാൻ വേണ്ടിയാണ് സ്കൂളുകളിൽ ഇത്തരമുള്ള ഗുരുക്കന്മാരോടൊരു ബഹുമാനം തോന്നാൻ, അവരോടൊരു ആദരവ് തോന്നാൻ, അവർ ദൈവത്തെ പോലെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ തന്നെയാണ് ഇതുപോലുള്ള സ്കൂളുകളിൽ ഈ പാദപൂജകളൊക്കെ ചെയ്യുന്നത്. സത്യം. ഇങ്ങനെ നമ്മളെ ശ്രീ ചെറായിയേട്ടൻ പറഞ്ഞ പോലത്തെ വാര സംസ്കാരം പഠിച്ചിട്ട് തലശ്ശേരിയിൽ നമ്മളൊരു സംഗീന പൂജാമുറിയിൽ MDMA വെച്ചിട്ട് പിടിച്ചിന്. അതും ദൈവത്തിന്റെ ഫോട്ടോത്തിന്റെ അടിയിൽ, ദൈവത്തിന്റെ ഫോട്ടോ ഇല്ലേ അതിന്റെ അടിയിൽ വെപ്പിച്ച അത്രയും നല്ലൊരു സംസ്കാരം നമ്മൾ സംഖ്യയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ ഭാരത സംസ്കാരത്തെ കുറിച്ചാണ് നമ്മളെ ശ്രീ ചെറായിയേട്ടൻ പറഞ്ഞത്. പിന്നെ ശ്രീ ചെറായിയേട്ടൻ വേറൊരു സംശയം, കുറെ ആൾക്കാർ അടിച്ചളക്കുന്നുണ്ട്. ഊപ്പിയിലെല്ലാം കുറെ എണ്ണം ഇങ്ങനെ കഞ്ചാവ് അടിച്ച് പണ്ടാരടങ്ങി നടക്കുന്നു. കുറെ ഹിന്ദു സ്വാമിമാരെന്നും മറ്റു കുറെ എണ്ണം ഹിന്ദുക്കളെ പറയിപ്പിക്കാൻ വേണ്ടി കുറെ എണ്ണം കഞ്ചാവ് അടിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതെല്ലാം ഉള്ളതായിരിക്കുമോ? ഇല്ലാത്തതായിരിക്കും അല്ലെ? ചെറിയേട്ടാ കേൾക്കുന്നുണ്ടാ? ചെറിയേട്ടാ അതുള്ളതാ? ചെറിയേട്ടൻ റേഞ്ച് പോയി വന്നു. നമുക്കെന്തായാലും ശ്രീ ചെറായിയേട്ടന്റെ റേഞ്ച് പോകാത്ത വീട്ടിലേക്ക് കിടക്കുമ്പോ അതിന് ഭയങ്കര കാല് കഴുകി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ മെനയുമ്പോ സർക്കാർ അതിനെതിരെ നടപടിയെന്ന് പറയുമ്പോ അങ്ങനെയൊക്കെ നടപടിയെക്കാൻ നിന്നാല് ഇതും ഇനിയും ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. കാരണം നമ്മുടെ സംസ്കാരമൊക്കെ നമ്മുടെ കുട്ടികൾ പഠിക്കട്ടേന്ന്, അത് പഠിക്കുമ്പോ അത് ഇല്ലാണ്ടാക്കി അവരെ വേറെ രീതിയിൽ വിടാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി ഇവിടുത്തെ സർക്കാരും മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. അതൊന്നും നടക്കൂലട്ടാ. നമ്മുടെ കുട്ടികളാ പഠിക്കുന്നത്, നമ്മളെ സംഘികളെ കുട്ടികൾ, നമ്മളെ ശൂനക്യ പാരമ്പര്യം, ശൂനക്യല്ല പാദപൂജ, നമ്മളെ സവർക്കർ നടത്തിയ പാദപൂജയുടെ സംസ്കാരം നമ്മളെ കുട്ടികളെ പഠിപ്പിക്കും. നിങ്ങളെ കുട്ടികളെ വിവരം പഠിപ്പിച്ചോ, വിദ്യാഭ്യാസം പഠിപ്പിച്ചോ, നല്ല ജോലി വാങ്ങി പഠിപ്പിച്ചോ. നമ്മളെ കുട്ടികളെ ചാണകത്തിനെ പറ്റി പഠിപ്പിക്കും, ചാണകം തിന്നേണ്ട ആവശ്യകതയെ കുറിച്ച് പഠിപ്പിക്കും. അതിന് നിങ്ങൾക്കെന്താ മാധ്യമങ്ങളെ, പ്രതിപക്ഷങ്ങളെ, നിങ്ങളെ ഭരണകക്ഷികളെ, എല്ലാ കമ്മി കൊങ്ങി സുഡാപ്പികളെ നിങ്ങൾക്കെന്താ പ്രശ്നം? അതുകൊണ്ട് അധികം കളിക്കല്ലേട്ടാ. അതുകൊണ്ട് നിങ്ങളിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഇതിലും ഭംഗിയായിട്ട് തുടർന്നുകൊണ്ടേയിരിക്കുള്ളൂ. അപ്പൊ ഈ കേരളീയ സംസ്കാരം ഭാരതീയ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാം രണ്ടും രണ്ടാക്കണ്ട. കേരളം എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ളതാണ്. അപ്പൊ ഭാരതത്തിന്റെ സംസ്കാരമൊക്കെ പണ്ടത്തെ ഗുരുപരമ്പരകള് തുടങ്ങിയ കാലഘട്ടത്തിലുള്ള സംഭവമാണ് ഈ പാദപൂജയൊക്കെ. അത് നമ്മുടെ കുട്ടികളും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ നമ്മളെ സംഘി കുട്ടികളെ ഇങ്ങനെ ബ്രാഹ്മണികൾ ചിന്താഗതി എല്ലാം പഠിപ്പിക്കും. എന്നിട്ട് കുറെ ആൾക്കാർ അവർ താഴ്ന്ന ജാതിയാണെന്ന് നമ്മളെ കുട്ടികളോട് പറയും. നമ്മൾ വലിയ ഉയർന്ന ജാതിയാണ്, നമ്മളത് ഉന്നത കൊലയാണ്. ആ കൊല എപ്പോഴും കേരളത്തിൽ ഇങ്ങനെ ആടിക്കൊണ്ട് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ കുട്ടികൾ ഇങ്ങനെ പഠിപ്പിക്കും. അതാണ് നമ്മളെ സംഘികളുടെ സംസ്കാരം. ആ സംസ്കാരം നമ്മളെ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കും. അതിനെതിരെ ഏത് വിവരമുള്ള ആൾക്കാർ വന്നാലും നമ്മൾ അവരെ കമ്മി കൊങ്ങി സുഡാപ്പികളാക്കും, നമ്മൾ അവരെ നാറ്റിക്കും. നമ്മളൊന്നും നടന്നില്ലെങ്കിൽ നമ്മൾ സ്ഥിരം പരിപാടി വന്ന് തെറി വിളിക്കും. എല്ലാ വീഡിയോന്റെതായാലും എല്ലാ പോസ്റ്റിന്റെതായാലും നമ്മളെ പാദപൂജനെ പറയുന്ന എല്ലാത്തിൻ്റെതായാലും തൂറി എറിയും, മെഴുകിയിരിക്കും, തുണി പൊക്കി കാണിക്കും. അത് നമ്മളെ സംഘീയ സംസ്കാരം. അതും നമ്മളെ കുട്ടികളെ പഠിപ്പിക്കും. അതിലൊന്നും നിങ്ങൾ ഇടപെടണ്ട. പിന്നെ ഇതൊക്കെ നമ്മളെ കുട്ടികൾ പഠിച്ചിട്ട് ഈ കുട്ടികൾ എങ്ങനെയാണ് ആ സംസ്കാരം കാണിക്കുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം. അത് അടുത്ത വീഡിയോ കണ്ട് നിങ്ങളെ കണ്ണ് നിറഞ്ഞു പോകും. അപ്പൊ നിങ്ങളിട്ടല്ല നമ്മളെ സംഘി ചേറായിയാട്ടം പറഞ്ഞ് വളരെ കറക്റ്റാന്ന് പറഞ്ഞ് ചേറായിയാട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. സംഘികളല്ല, ബാക്കി എല്ലാ കമ്മി കൊങ്ങി സുഡാപ്പികളും ചേറായിയാട്ടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. അത്രമാത്രം സത്യമാണ്. ഭാവിയെക്കുറിച്ചാണ് ശ്രീ ചേറായിയാട്ടന് പേടി. ഭാവിയെക്കുറിച്ചാണ് ശ്രീ ചെറായിയേട്ടൻ പറയുന്നത്. ഉത്തരേന്ത്യയിൽ ഇപ്പൊ നടക്കുന്ന കാര്യമില്ലേ, അത് ഭാവിയിൽ കേരളത്തിലേക്ക് കൊണ്ടുവരണം. ഉത്തരേന്ത്യയിൽ എന്താ നടക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഒരിറ്റു കണ്ണുനീർ തുള്ളി പൊഴിക്കാതെ, നമ്മളെ ചെറായിയാട്ടനെ ഓർക്കാതെ, ചെറായിയാട്ടനെ തെറി വിളിക്കാതെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തീർക്കൂല. അതും കൂടി ഒന്ന് കണ്ടു നോക്കൂ. കണ്ട, UP-യിലെ മന്ത്രിയാണ് നിലവിലെ മന്ത്രി. ആ മന്ത്രിന്റെ കാല്, മന്ത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ സമീല്ല മന്ത്രിക്ക്, അത്രയും തിരക്കാ മന്ത്രിക്ക്, അതിന്റെ ഇടക്ക് കാല് കഴുകി കൊടുക്കുന്നുണ്ട. ദളിതനാ നമ്മൾ അതാണ്. നമ്മൾ ഉന്നത കൊലയാണ്. നമ്മൾ കസേരന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നിട്ട് കൊല ഇങ്ങനെ ആട്ടും. നിങ്ങളിങ്ങനെ താല് ഇരുന്നിട്ട് കാല് കഴുകുക. അതാണ് പാദപൂജ. ഇതാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അല്ലാണ്ട് അധ്യാപകരെയൊക്കെ നമ്മൾ വെറുതെ അവിടെ വെക്കുന്നതാണ്. ഭാവിയിൽ നമ്മളെ ഉന്നത കൊലക്കാറ, ബാക്കി താഴ്ന്ന ജാതികൾ എന്ന് പറയുന്ന ആൾക്കാർ നമ്മൾ പറയും ആരാണ് താഴ്ന്ന ജാതി എന്ന്. നമ്മളെ ഉന്നത കൊലയാണല്ല, അങ്ങനെ ആടുന്ന കൊല, ആടാത്ത കൊലയെല്ലാം താഴെ നിന്നിട്ട് നമ്മളെ കാല് കഴിക്കുള്ള ആ സംസ്കാരം കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഒളിച്ച് കുറെ കാലമായിട്ട് കടത്തുന്നു. ഇപ്പൊ നമുക്ക് കുറച്ച് ഭരണമെല്ലാം കിട്ടിയപ്പോ നമ്മളത് ഒളിക്കാതെ കടത്താൻ നോക്കുമ്പോ യൂട്യൂബ് ബ്രൂട്ടസ്മാർ എല്ലാം കൂടി തടുക്കാൻ നോക്കുന്നുണ്ടാ. വിടില്ല ഒരുത്തനി. കേരളം നമ്മൾ പൊട്ടിച്ചോറാക്കും. എല്ലാ വർഗീയതയും എല്ലാ ഭീകരതയും ഉണ്ടാക്കിയിട്ട് കേരളം നമ്മൾ പിടിക്കാനുള്ള എല്ലാ പരിപാടിയും മലയാളം വരെ അറിയാത്ത നമ്മൾ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചാണകങ്ങളെ. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും
ഈ സംഘീയരുടെ ഈ പരിപാടി പൊളിക്കാൻ വേണ്ടി എല്ലാ പരിപാടിയും എടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ നല്ലൊരു സുലാൻ.